90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. എന്തോന്ന് മടുക്കണില്ല അച്ഛത്. ഈ സ്വിച്ച് ഇട്ട് കളിക്കണ അറ്റ്ലീസ്റ്റ് ബൾബിന്റെ കളറെങ്കിലും മാറ്റും. ബൾബിന്റെ കളർ മാറ്റും. ഇത് ഇങ്ങനെ കുറെ കഴിയുമ്പോൾ തന്തേ മാറ്റൂടാ വയസ്സായെന്ന് പറഞ്ഞോണ്ട് മാറ്റൂടാ. പോസിബിൾ അല്ലല്ലോ. എന്താണ് പോസിബിൾ? ഒന്നുമില്ല, ഇതിനകത്തിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊണ്ടിരുന്നു. അവിടെ ഞാൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു മൈൻഡ് ചെയ്ത് ദോഷം കയറ്റിക്കൊണ്ടിരിക്കണം. കഴിക്കണ്ട വീട്ടിൽ നീ എന്ത് ചെയ്യും? വീട്ടിൽ നീ എന്ത് ചെയ്യും? എന്തോ ആർത്ത് മുത്തിട്ട് എന്തായത്? അവിടുന്ന് കാറ് പൊളിച്ചോണ്ട് ഓടിയൊന്നും നീ കേട്ടില്ലേ? ഓ അതാ, അതുപോലുള്ള അപശബ്ദങ്ങൾ ഈ വീട്ടിൽ പതിവാണല്ലോ, അതുകൊണ്ട് ഞാൻ കാര്യമാക്കിയില്ല. വാ മുടിയൻ ചേട്ടാ കളിക്കാന്നാ? എന്തോന്ന് കളിക്കാന്ന്? ഞാൻ എന്നിട്ട് തരവാടി കളിക്കാൻ. എനിക്ക് 25 വയസ്സായി, 10-25 വയസ്സായി. കളിക്കാൻ ആദ്യം ചേട്ടന് വേണം, എന്നിട്ടല്ലേ കൊച്ചിനുണ്ടാവത്തുള്ളൂ. അല്ല, ആ ബോധേ ആദ്യം ചേട്ടന് വേണം, നല്ല കൊച്ചിനുണ്ടാവത്തുള്ളൂ എന്ന് പറയുമായിരുന്നു. മണ്ടം നോക്കി 2 കൊട്ട് തരും കേട്ടാ. കളിക്കണോ? കളിക്കണോടി? മുടിയൻ ചേട്ടനാ അടിക്കാൻ പറഞ്ഞു. കളിക്കല്ലേട്ടാ എൻ്റെ അടുത്ത്. മുടിയൻ ചേട്ടാ പോന്നാ കളിക്കല്ലേട്ടാ. പാറമൂമ്മേ ചിരിക്കല. കടയിൽ നിന്ന് വാങ്ങിക്കണ മാവ് പൊട്ട മാവാണ്, ഇവിടെ അരച്ചെടുക്കണേണ് നല്ലത്. ഇവിടെ പിന്നെ വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ, എപ്പോഴും ദോശ. നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതിയാണോ, എനിക്ക് നിർബന്ധമൊന്നുമില്ല നീ കഴിക്കണോന്ന്. ഓ ഇതെങ്കിലും കിട്ടണുണ്ടല്ലോ എന്ന് ദൈവത്തോട് നന്ദി പറ. അതെ, അപ്പൊ ആറും ശിവാനി എല്ലാരും കൂടി എന്നെ കളിയാക്കണം. ഞാൻ പോയി ചോദിച്ചപ്പോ താജ്മഹൽ പണിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ധിക്കാരത്തോടെ എൻ്റെ അടുത്ത് സംസാരിക്കണം, വഴക്കിടണ ശിവാനി എൻ്റെ അടുത്ത്. കേട്ടിട്ട് എനിക്കൊരു നാണം വരുന്നത്. നാണം ഇല്ല നിനക്ക്? ആ കൊച്ചു പിള്ളേരുടെ അടുത്ത് പോയി വഴക്കിട്ടിട്ട് അവരുടെ കംപ്ലൈന്റ് പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നേക്കണം. ഓ എനിക്ക് പ്രാന്തരെ ചട്ടം പഠിപ്പിച്ചു പറഞ്ഞേക്കെ. ചട്ടം പഠിപ്പിച്ചു തരും? ഇനി അമ്മേന്റെ മാത്രമേ കിട്ടാനുള്ളൂ, ബാക്കി എല്ലാവരും നീ കേട്ടു. ഒരാൾ കുത്താൻ വന്നു, ഇതൊക്കെ കടിച്ച് പഠിപ്പിച്ച വക്ക്, അതിനും കൂടെ ഓർമ്മ വക്ക്. ഇതുണ്ടാ കണ്ട പൊള്ളിയാ എനിക്ക്. കൂടുതൽ അഭിനയിക്കല്ലേ എൻ്റെ അടുത്ത്. കൂടുതലോടെ പറഞ്ഞാൽ ഞാൻ കൂടെ ചൂടാക്കിയിട്ട് ഇതിങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ കണ്ട് ചൂടാക്കിയിട്ടുണ്ടല്ലോ. അതിങ്ങനെ ചൂടാക്കിയിട്ട് വെച്ചങ്ങ് തരും ഞാൻ. വെക്കട്ടെ വെക്ക് ഞാൻ. എല്ലാവർക്കും ഭ്രാന്തായ രാവിലെ തന്നെ. അല്ല പിന്നെ ചായ അയ്യോ ചായ ഒന്നും വേണ്ട, ഞാൻ കടയിൽ നിന്ന് കുടിച്ചോളാം. കാശുണ്ടല്ലോ, പോയി കുടിച്ചോ. ഇവിടെ വാക്കാന്താരി ഇങ്ങോട്ട് വരാൻ. ഇതുപോലെ ബോംബാണോ? ഇവിടെ ബോംബ് കൊണ്ട് വെച്ചിട്ട് എന്ത് കിട്ടാനാണ് ദാരിദ്ര്യം? ബോംബൊന്നുമല്ല എന്തായാലും. പൈസ കുറെ ഉണ്ടല്ലോ. ദൈവം, ഇതാരുടെയാണത്? കുറെ കെട്ടുണ്ടല്ലോ. ഇത്ര പൈസ ആരുടെയാണത്? ദൈവമേ, കുറെ ഉണ്ടല്ലോ.
ബ്രോ ഇത് ബ്രോന്റെ ആണോ ഇത് പെട്ടി? അല്ലല്ല എൻ്റെ നോക്കിയേ ഒന്ന് നോക്കിയേ. അല്ല അല്ല അല്ലല്ല അല്ല അല്ലല്ല ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ. ഇത് കൊറേ ഉണ്ട്. ഇനിയിപ്പോ ഇത് കള്ളനോട്ടാണത് കൊറേ ഇരിക്കണം, വരുന്നുമില്ല. ലെറ്റർ പ്രിയപ്പെട്ട സ്നേഹിത, പണം കുമിഞ്ഞുകൂടിയ ഒരു ഹതഭാഗ്യനാണ് ഞാൻ. പാവം. മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നല്ല കാര്യം, നല്ല കാര്യം. ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഉള്ള പണം അത് നിങ്ങൾക്കുള്ളതാണ്. എനിക്ക് ഈ പണത്തിന് അവകാശം നിങ്ങൾ മാത്രമാണ്. ഈ പണം ആവശ്യത്തിന് മാത്രം ചെലവഴിച്ച് സന്തോഷമായി ജീവിക്കുക എന്ന് വേദനിക്കുന്ന കോടീശ്വരൻ. ആരാണോ ഈ കോടീശ്വരൻ? എനിക്കുള്ളത് ഇത്രയും പോണോ? ഉണ്ടാണ്ടിരിക്കണ പൊട്ട. ഈ പണം അമ്മയച്ചനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് കൊടുക്കാൻ പറയും. പിന്നെ നിനക്കില്ല, വന്ന് വീണ ഭാഗ്യം നീ എന്തിനാ തട്ടിക്കള? നീ പൊട്ടനാണ്, നീ പൊട്ടനാണ്. അതിന് അല്ല, പൊട്ടനല്ല. ഉണ്ടാണ്ട് ഉണ്ടാണ്ട് എന്താടാ ചേട്ടൻ എന്താ അവിടെ ഞാനൊരു ഫ്രഷ് എയർ കൊള്ളാൻ വന്നാണ്. ഇപ്പൊ മാഡത്തിനും കുഞ്ഞു മാഡത്തിനും സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പോവാ. എന്റെ പൊന്നെ എന്തുവാ? ചേട്ടന്റെ ഈ സ്വഭാവത്തിൽ വരവരെ എന്തോ വശവശയില്ലേ? എടാ വേറൊന്നുമില്ല, ഇന്ന് രാവിലെ കണക്കിന് കിട്ടിയില്ലേ, അതുകൊണ്ടാണ്. ഇനി അത് വരുവാ കളിക്കാം. ഹലോ ഹലോ. ഇന്നലെ കൂടി പ്രാർത്ഥിച്ചേ ഉള്ളൂ പണക്കാരനാണെന്ന്. ദൈവം ഇത്രയും പെട്ടെന്ന് വിളി കേട്ടാ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എടുത്തു വെച്ചിട്ടും തീരുന്നില്ലല്ലോ. ഇത് എണ്ണീറ്റും തീരുള്ളല്ലോ ഇത്. എന്താ വന്നിട്ട് തിരിച്ചു മക്കളായിട്ട്? ഞാൻ ചുമ്മാ വന്നിട്ട് അങ്ങനെ പോകും. അല്ല അതെട് അതെറാ ഏതാ ചുറ്റിടാ. അതാ ചുറ്റിക്കെന്നാ ഇളകിപ്പോയാ? എല്ലാം ഇളകിയിരിക്കല്ലേ? എത്ര നാളുകൊണ്ട് ഇളകിയിരിക്കുന്നറിയാം. അത് സ്റ്റൂണിന്റെ കുഴപ്പമൊന്നും അല്ല. എന്റെ ഇളക്കോ? പിന്നെ എന്തൊരു വെയിറ്റ്, ഇത് താങ്ങി എല്ലാ ദിവസവും ഇരിക്കണല്ലേ. ഈ 24 മണിക്കൂറുള്ള 20 മണിക്കൂർ. അച്ഛാ എപ്പോഴും ഈ സ്റ്റൂളിനെ നന്നാക്കി ഇരുന്ന് എന്ത് പുതിയ ഒരെണ്ണം മേടിക്കച്ചാ? എത്ര നാളായി? നല്ലൊരു വർക്ക് കിട്ടടേ, പുതിയ വാങ്ങിക്കാം. അടുത്ത വർക്ക് കിട്ടുമ്പോഴേ ഇതൊന്നും വാങ്ങി പൈസ ഒന്നും കളയണ്ട. ഗോൾഡ് കൊണ്ടേ പണയം വെച്ചിട്ടില്ല, അതിന്റെ പലിശ അടയ്ക്കാൻ നോക്ക്. ഉള്ള ഗോൾഡ് മൊത്തം ബാങ്കിലാ, ഒരെണ്ണം വീട്ടിലില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇനി പണയം വെക്കണേ വല്ലവരെയും മേടിച്ചു വെക്കണം.
എന്തേ അതെ ആ ഞങ്ങള് പറഞ്ഞ കാര്യം എന്തേ? എന്ത് കാര്യം? അച്ഛൻ ഞാനും കേശു പഴയ പോലെയല്ല, ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ടൊരു കമ്പ്യൂട്ടർ വാങ്ങി തരണം. ആ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആർക്കൊന്നും ഒരു കുലുക്കൂലാത്ത ഒരു തീപ്പെട്ടി വാങ്ങിക്കുമെന്ന് ചോദിക്കണ പോലെയാണ് ഒരു കമ്പ്യൂട്ടർ. ഇത്രയും കാലം മൊബൈലെന്നും പറയും, ഇപ്പൊ കമ്പ്യൂട്ടറിലേക്ക്. കാരണം മൊബൈൽ മേടിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണമല്ലോ. കമ്പ്യൂട്ടർ ആകുമ്പോൾ നിസ്സാര പൈസയല്ലേ ഉള്ളൂ. പഠിക്കണ്ടല്ലേ? എന്ത് പഠിക്കണ്ട? മിണ്ടാണ്ട് ഒരു വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കണം കുട്ടികളായിട്ടുണ്ടെങ്കിൽ. അച്ഛൻ എന്താ പറഞ്ഞു? ജോലി ഇട്ടിട്ട് അടുത്ത വർക്ക് വരട്ടെ. ആ വാങ്ങിച്ചു തരാം. ചെല്ലേ. ഓ ഇവിടെ മനുഷ്യന് മൊത്തം ഡ്രസ്സും കീറിപ്പറഞ്ഞ് ഇപ്പൊ ഓഫീസിൽ വല്ലപ്പോഴും പോകേണ്ടോണ്ട് ഓഫീസിന്റെ ഡ്രസ്സാണ് വീട്ടിലിരുന്ന്. അത്ര ഓഫീസിൽ പോകണ്ടെന്ന് പോയി. ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതും ഉണ്ടാവൂല. ഇനി ഇതിനെന്ത് വേണോ? പാറുവിന് എന്താ വേണ്ട? വല്ലതും വേണോ? എന്റെ അമ്മ ഒന്നെങ്കിലും ഉണ്ടല്ലേ വേണ്ടെന്ന് പറയാൻ. അയ്യോ ഒന്നും വേണ്ടേ? നല്ല കുഞ്ഞ്, ബെസ്റ്റ്. ഒന്നും മോശമല്ല. അപ്പൊ പ്രാർത്ഥിക്കട്ടാ മക്കളെ. എങ്ങനെ പ്രാർത്ഥിക്കും? എങ്ങനെ പ്രാർത്ഥിക്കണേ? പ്രാർത്ഥിക്കണേ തമ്പാന്റെ അടുത്ത് പ്രാർത്ഥിക്കണേ. എങ്ങനെ തൈക്കളാണോന്ന് അച്ഛന് നല്ല ജോലി കിട്ടണേ. അച്ഛന് നല്ല പണി കിട്ടണേ പറ. എങ്ങനെ കൊച്ചിനൊന്ന് പിടിക്കുവാലും അവിടെ മൊത്തം എന്റെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ ഇളക്കാൻ നിൽക്കുക. ആട്ടം ഉണ്ട്. ഇപ്പൊ ആട്ടം ഉണ്ടെന്നോ? ആട്ടം ഉണ്ട്. കുറച്ച് റെസ്റ്റോട് കാസ്റ്റ് കൂടുതൽ. അപ്പൊ അതിന്റെ ആട്ടം പുറത്തു അല്ല വേണ്ട അടുക്കള.